എന്തായാലും അനന്തന്റെ ചേട്ടനെ വീട് വാങ്ങിച്ച് കുട്ടികളെയും കൊണ്ട് ഇങ്ങോട്ട് വന്നതേ ഒരു ബുദ്ധിയായിട്ടാ. ഇനിയിപ്പൊ പല്ലവിയും കിളിയും ഇങ്ങോട്ട് കയറത്തില്ല. അതെ, ഇന്നുകൊണ്ട് അവൾക്ക് കാര്യങ്ങളൊക്കെ മനസ്സിലായിട്ടുണ്ട്. അല്ലേലും അവള് നടത്തുന്ന ചാരപ്പണിയാ. നമ്മുടെ തറവാട്ടിൽ നടക്കുന്ന മുഴുവൻ കാര്യങ്ങളും അപ്പോ ലൈവ് കൊടുത്തോണ്ടിരിക്കുകയല്ലായിരുന്നോ അന്ന്? ഇനിയിപ്പോ എന്തായാലും നടക്കാൻ പോകുന്നില്ല. ചിറ്റമ്മ സ്ട്രോങ് ആയിട്ട് പറഞ്ഞാ വിട്ടേക്കുന്നത്. അല്ല, ഇനി വല്ല ഒളിക്യാമറൊക്കെ ഇവിടെ ഇങ്ങനെ വെച്ചിട്ടുണ്ടോന്ന് അറിയില്ലല്ല. ഒന്ന് നോക്കിക്കോട്ടാ. അതെ, ആ KGSന്റെ പരിപാടി അതാ, സർവത്ര ഒളിക്യാമറ. ഏയ്, അതൊന്നും ആയിരിക്കത്തില്ല. അതിനുള്ള സമയം നമ്മൾ കൊടുത്തിട്ടില്ല. ഏയ് ആനന്ദ, നീ ഒരെണ്ണം കൂടി അങ്ങോട്ട് പിടിപ്പിച്ചേ. അതെ, ബുധനാഴ്ച നമ്മൾ ബോംബെക്ക് പോവല്ലേ, പിന്നെ ഒരു മാസം നമ്മൾ ഇങ്ങോട്ട് ഇല്ലാട്ടാ. ആർട്ടിസ്റ്റിന്റെ ഡേറ്റ് എല്ലാം കൺഫേം അല്ലേ അല്ലേ ബേബി? അതെ, എല്ലാ ഡേറ്റും ഓക്കെ ആട്ടാ. ഈ നൂർജഹാന്റെ കാര്യം ഒഴിച്ച് നമ്മുടെ ഗോവ ഷെഡ്യൂളിന്റെ കാര്യത്തിലേ അവരൊരു ചെറിയ സംശയം പറഞ്ഞു. ബേബി അവർ മാനേജ് ചെയ്യാന്നല്ലേ പറഞ്ഞത്? ചിറ്റപ്പന്റെ ആദ്യം എഗ്രിമെന്റ് ചെയ്യിക്ക്, എന്നിട്ട് നമുക്ക് ഉറപ്പിക്കാലോ. അത് അനന്തന്റെ റിസ്ക് ആട്ടാ. ദേ, ഞങ്ങള് പ്രൊഡക്ഷൻ സൈഡിൽ നിന്ന് അതിൽ ഇടപെടേ ഇല്ല. ആർട്ട് ഡയറക്ടർ ആണല്ലോ. ഹലോ. ആ ആ നൂർജഹാനെ അനന്തന്റെ വിടാണ്ട് പിടിച്ചിരിക്കട്ടാ. 2 or 3 പ്രൊജക്ട് വേണ്ടാന്ന് വെച്ചിട്ട് ഡേറ്റ് അങ്ങോട്ട് കൊടുത്തിരിക്ക. ഇനിയേ ആ ഡേറ്റ് കൊടുത്തത് എന്തിനെന്ന് മാത്രം നമ്മൾ അങ്ങോട്ട് അന്വേഷിച്ചാൽ മതി. ഇനി അങ്ങോട്ട് ആയുഷ്കാലം മുഴുവൻ ഡേറ്റ് അനന്തന് മാത്രമുള്ള അന്വേഷിച്ചാൽ മതി. ഏയ്, പഴയ ലവൊക്കെ ആണെന്ന് വിചാരിച്ച് ഇപ്പോ. പക്ഷേ അവർ സംസാരമൊക്കെ കേട്ടിട്ട് ജനുവനാണെന്നാണ് തോന്നുന്നത്. ചിറ്റപ്പനോടെന്തോ റെസ്പെക്റ്റ് ഉള്ള പോലെ. റെസ്പെക്റ്റ് അന്നുണ്ട് ഇന്നുണ്ട്. പക്ഷേ റെസ്പെക്റ്റേ അങ്ങോട്ട് ക്രോസ് ചെയ്യുന്ന ഒരു സ്ഥലമുണ്ട്. അത് നമ്മളാരും അറിയില്ലാട്ടാ. ചിറ്റപ്പൻ ഡിവോഴ്സ് നിൽക്കാന്ന് അറിഞ്ഞൂടെ അവർക്ക്? ഈ നൂർജഹാൻ കല്യാണം കഴിച്ചിട്ടില്ലേ ഇതുവരെ? കല്യാണം കഴിച്ചതാ. ഒരു കന്നഡ പ്രൊഡ്യൂസർ ആയിരുന്നേ. അത് ഗൗഡന്മാരാ. അവരെ ദാമ്പത്യേ കുറച്ച് നാളെ ഉണ്ടായിരുന്നുള്ളൂ. അവള് വലിയ സ്റ്റാറായി പോയപ്പോഴേ അയാളുടെ കയ്യിൽ നിന്ന് പിടിയാ പോയി. പിന്നെ അയാള് വേറെ കെട്ടിന്നാ പറഞ്ഞേട്ടെ. ഈ നൂർജഹാന്റെ കൂടെ കൂടാനേ ഒരുപാട് പ്രൊഡ്യൂസർമാരും നടന്മാരൊക്കെ നോക്കിയതാ. എല്ലാം അവളുടെ പൈസയും പേരൊക്കെ കണ്ടിട്ടാ അത് അവൾക്ക് അങ്ങോട്ട് മനസ്സിലാവും ചെയ്തു. ഒരുത്തനെ അവൾ അങ്ങോട്ട് അടുപ്പിച്ചില്ല. ഇപ്പതേ കറങ്ങി തിരിഞ്ഞ പഴയ സ്ഥലത്ത് തന്നെ വന്നിക്ക. പറഞ്ഞു. ഇനി നമ്മൾ ഇവിടുന്ന് അങ്ങോട്ട് കത്തിക്കാൻ പോവാ. ഞാനിന്ന് ഹാപ്പിയാ എല്ലാം കൊണ്ടും. എന്റെ മക്കള്, ഈ വീട്, പിന്നെ നൂർജഹാൻ ആണോ. അവളെ കണ്ടപ്പോ 1 അരമണിക്കൂർ സംസാരിച്ചപ്പോ ഒരു വല്ലാത്ത പോസിറ്റീവ് എനർജി എന്റെ ശരീരത്തിലോട്ട് കയറി. ഇനി അങ്ങോട്ട് അനന്തന്റെ ക്രിയേറ്റിവിറ്റി മലയാള സിനിമയ്ക്കല്ല, ഇന്ത്യൻ സിനിമയ്ക്ക് തന്നെ നിഷേധിക്കാൻ പറ്റില്ല. ബേബി നോക്കിക്കോ. ആ വാ നൂർജഹാൻ. ഹലോ. ആ ഏയ് നൂർജഹാൻ. ഓക്കെ, ഞാൻ വിളിച്ചു പറയാം. കണ്ട എനർജി അങ്ങോട്ട് കൂടെ കൂടിയിരിക്കുക. ഇനി ഇതങ്ങനെ ഇങ്ങോട്ട് പൊക്കോളും. പക്ഷെ വേവിച്ച ചിറ്റപ്പന്റെ ഈ സന്തോഷം നമ്മളൊന്ന് മുതലാക്കണം. പിള്ളേര് രണ്ടും ഈ വീട്ടിൽ ടോർച്ചർ ചെയ്യപ്പെടുക എന്ന് ആൻസി വർഗീസ് അറിയണം.